നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഇയാൾ നിലനിൽക്കുന്നുണ്ടെന്ന് പരിശോധിച്ചിട്ടാണോ ഷഫീർ ചാനൽ മുറിക്കാൻ വലിയ വായിൽ വർത്താനം പറഞ്ഞത്? ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച ഈ സംസാരത്തിന്റെ ഒച്ച. അവിടെ ഈ മിണ്ടരുത്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആർഷോ എന്ന് നിമിഷ വില നിലവിളിച്ച കൃത്യമായ വീഡിയോകൾ ഈ കേരളം മുഴുവൻ കേട്ടതാണ്. അല്ല, അങ്ങേർക്ക് എങ്ങനെ അറിയാം? എല്ലാരും സംശയിക്കുന്ന സ്ഥിതിക്ക് അങ്ങേർക്ക് സംശയിച്ചൂടെ? ഇയാള് പറഞ്ഞ ഒരു ചുക്കം നിങ്ങൾ അത് മാത്രോ ഇത് പുതിയായിട്ടാണല്ലോ. എടാ ഇത് അവൻ തന്നെയാ. ആ പോലെന്നുള്ള സൗണ്ട് കേട്ടാ അറിയാ. മേപ്പാടിയിലെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി. അവിടെ എന്തിനാ കിടന്ന് ചാടി കുത്തുന്നത്? ഇയാൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നല്ലോ. ഒന്നും ഇങ്ങോട്ട് പറയണ അങ്ങോട്ട് അനുസരിച്ചാ മതി. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാൻ വിചാരിച്ചോ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. പോയി കേട്ടോ. ഒരു മിനിറ്റ് പറയട്ടെ. ഒരു മിനിറ്റ്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ അവനൊരു പാവമാണ്. എനിക്ക് അവന്റെ അനിയനെ പോലെ. എന്റെ ഈ മുരടിച്ച ജീവിതത്തിൽ അവൻ ഒരാശ്വാസം. പറയട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ലേ? നിങ്ങളെ തോന്നി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഷഫീർ ഉണ്ടാവും. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം.